വളാഞ്ചേരിക്ക് തൊട്ടടുത്തുള്ള സ്ഥലമാണ് കമ്മുട്ടിക്കുളം. ഈ റോഡിനാണ് ഇന്ന് പോണത്. ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പോകുന്ന കാർ ദേ ഇവിടെ സൈഡാക്കി കോൺക്രീറ്റ് ഇട്ട റോഡാണ് വരുന്നത്. പക്ഷെ വലിയൊരു കയറ്റാട്ടോ. സൂര്യൻ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഉദിച്ചു നിൽക്കണു. ചെറിയൊരു കുന്നിന്റെ മേലെ നിൽക്കുന്നത്. ആ ഒരു സൈഡിലായിട്ട് ഇതേ പള്ളി കാണാം. ആയുഷിന്റെ ഒരു ബോർഡോട് വരുന്നുണ്ട്. ഇതാണ് വല്ല ഏരിയ വരുന്നത്. ആ ഒരു സൈഡിലേക്ക് വീടുകൾ അങ്ങനെ നീളത്ത് പോവാണ്. സെൻട്രലായിട്ട് റോഡ് വരുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് ഇനി വീടുകൾ വെക്കാണ്ട് പോകുന്നുണ്ട്. അവിടെയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇവരെ തൊട്ടടുത്തിനായിട്ട് സിമെന്റ് ഇട്ട റോഡ് മേലേക്ക് പോവാണ്. ഈ ഒരു സൈഡിലത് AT മുഹമ്മദ് ബഷീറിന്റെ ഒരു ബോർഡോട് വരുന്നുണ്ട്. ഈ സൈഡിലേക്ക് കയറി വന്നത് വലിയൊരു കയറ്റം കയറിയിട്ടാണ്. രണ്ടാമത് ആ വലിയൊരു കയറ്റം തന്നെ വരുന്നത്. ആ സൈഡിൽ നിന്ന് കയറി ഇങ്ങനെ മേലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ചതാണ്. ഇവിടെ എത്തിയപ്പോൾ റോഡ് അവസാനിച്ചു. പിന്നെ വരുന്ന ഒരു ജീപ്പാണ് അവിടെ കാണാൻ. ഏകദേശം വർക്ക് കഴിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇതിന്റെ മേലേക്കൊന്ന് കയറി വെക്കാം. ആ ഒരു സൈഡത്തെ മല മുതൽ അങ്ങനെ ദൂരത്തേക്ക് കാണട്ടോ. അവിടെ എത്തുമ്പോൾ ആ തലക്കായിട്ടാണ് കുറേ അധികം ബിൽഡിങ്ങുകൾ വരുന്നത്. അവിടെ കുറേ ടവറുകളും വരുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ആ ഒരു സൈഡിൽ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ അവിടെയൊക്കെ ഫുള്ള് JCBക്ക് മാന്തിയിട്ട് വീട് കയറ്റാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. ഇവിടെ കാണുന്ന സ്ഥലത്തിന്റെ പേര് വരുന്നത് മടത്തിയാർക്കുന്ന സ്ഥലമാണ് വരുന്നത്. ആ ഒരു ഭാഗത്തേക്ക് കുണ്ടായിട്ട് പോവാണ്. ഈ ഒരു ഭാഗത്തേക്ക് മലയാണ് വരുന്നത്. നമ്മളെ ഏകദേശം മലന്റെ സെന്റർ ഭാഗത്താണ്. കുറച്ചുകൂടി കയറി കഴിഞ്ഞാൽ മലന്റെ മണ്ടക്ക് എത്തും. എന്തായാലും അടിപൊളി സ്ഥലമാണ്, ഒരു രക്ഷയില്ല. അവിടെ കാണുന്ന സ്ഥലം വെട്ടുകല്ല് വെട്ടിയ സ്ഥലമാണ്. വെട്ടുകല്ല് വെട്ടിയിട്ട് ബാക്കി എന്നൊക്കെ അല്ലാട്ടോ അവിടെ കാണുന്നത്. വെട്ടുകല്ല് കട്ട് ചെയ്യുമ്പോൾ ഇവർ ചെയ്യണം ഏറ്റവും മേലെ പിന്നെ താഴത്തു 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് അറിയില്ല. ആ സൈഡിൽ നിന്ന് ഇങ്ങനെ പോന്നിട്ട് ഈ സൈഡിലേക്ക് ഒരു വഴി കാണാണ്ട് ഒരു ചെറിയ വഴിയാട്ടോ. പോയോക്കാം. പൂമ്പാറ്റന്റെ മോഡലിൽ ഇത് വേറൊരു സാധനം മരത്തിമായിട്ട് ഉണ്ടായിരിക്കണത്. പെട്ടെന്ന് കണ്ടാലേ പൂമ്പാറ്റമാതിരി തോന്നും. പക്ഷെ പൂമ്പാറ്റ അല്ലട്ടത്. ആകാശത്ത് മയക്കാറ് കാണാണ്ട്. പിന്നെ കാണുന്ന ചെറിയ നടവയ്യാട്ടോ. ആയിക്കൂടി നടന്ന് അങ്ങനെ മേലക്കുവാണ്. 2 സൈഡിലായിട്ടും ഇതുപോലത്തെ കാഴ്ച കാണുന്നത്. ഒരു 10 മിനിറ്റോളായിട്ട് ഇപ്പൊ മേലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് അവിടെ എത്തിയിട്ടില്ല. ഫുള്ളായിട്ട് കയറ്റാ വരുന്നത്. ആരും ഇല്ലേനും. ഈ മരത്തിൽ കണ്ടൊരു കൂടാട്ടോ. എന്താ സംഭവം മനസ്സിലായില്ല. ഇഷ്ടംപോലെ ഉണ്ട്. ഒന്ന് ഈ ഒരു ഭാഗത്ത് ഇതിന് കറക്റ്റ് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓരോ ടൈപ്പ് പുഴുക്കളെ കാണാം. അവിടുന്ന് കയറി പോന്ന് എത്തിക്കുന്നത് നിരപ്പായ ഒരു സ്ഥലത്തേക്കാണ്. ആ ഒരു സൈഡിക്കും വ്യൂ കാണാണ്ട് ഒന്ന് പോയോക്കാം. ആ ഒരു സൈഡിക്കും 2 റോഡ്. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. നോക്കി നോക്കാം എന്താന്നില്ലേ. കുറേ അപ്പുറത്തായിട്ട് കുറേ അധികം മലകൾ കാണാം. ആ സൈഡിൽ നിന്ന് ഇങ്ങനെ പോന്നിട്ട് ഇവിടെ എത്തുമ്പോൾ മലന്റെ ഏകദേശം സെന്റർ ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ വള്ളക്കെട്ടൊക്കെ കാണാൻ കേട്ടോ. ഇവിടെ ഞാൻ വരുന്ന ടൈമിൽ മയിലാളുണ്ടായിരുന്നു. ഒക്കെ ആ ഒരു ഭാഗത്തേക്ക് പോയി. വെട്ടുകല്ലൊക്കെ വെട്ടിയിരിക്കുന്ന പാറ ഉണ്ടല്ലോ, അതുപോലത്തെ പാറ വരുന്നത്. ഇവിടെയൊക്കെ കണ്ട ചെടികൾ നല്ല ഭംഗിയുള്ള ചെടികളാട്ടോ കാണുന്നത്. ചെറിയൊരു പൂവാട്ടോ വരുന്നത്. അത് സൂം ചെയ്ത് കാണിച്ചു തരാം. സൂം ചെയ്ത് കാണുമ്പോഴാട്ടോ അതിന്റെ കാഴ്ച മനസ്സിലാവണത്. എന്തൊരു ഭംഗിയാണല്ലേ. പാറപ്പുറത്ത് ഫുള്ളായിട്ട് പൂക്കളാണ് കാണുന്നത്. അതും നീല പൂക്കള്. കുറച്ച് സമയത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ കാണുന്ന കാഴ്ച കേട്ടോ. അവിടെ കാണുന്ന സൈഡിൽ നിന്ന് ഇങ്ങനെ പോകുന്നു. പിന്നെ റോഡ് അങ്ങനെ പോവാണ്. ഇവിടെ വരുമ്പോൾ അടിപൊളി ഒരു വ്യൂ ആണ് കിട്ടുന്നത്. ആ സൈഡിൽ കാണുന്നത് ഫുള്ളായിട്ട് മലകളാണ്. ഫസ്റ്റ് ഇങ്ങോട്ട് വന്ന ടൈമിൽ നിറച്ച് മയിലാളുണ്ടായിരുന്നു. അവരൊക്കെ പാറിപ്പോയി. ഇപ്പൊ ആരുമില്ല. ഇതാണ് അവസ്ഥ. ആരുമില്ലാത്ത ഏരിയയാണ്. വഴി തെറ്റണ്ടെന്ന് കരുതിയിട്ടാണ് വന്ന വഴിനെ തിരിച്ചണേ. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ രാവിലെ വരാൻ നോക്കുക. കുറെ അധികം മയിലാളിയും നല്ല പ്രകൃതിയും അങ്ങനെ തിരിച്ചു പോവാണ്. സമയം ഇപ്പോൾ വരുന്നത് 8:10 ആയി. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടോ. ബൈ.